ആൾക്കാര് ഇത് തമ്മില് പ്രേമിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം 10 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അത് പിന്നെ അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന ആൾക്കാരുള്ളൂ. എന്റെ സ്കൂളിൽ കമ്മിറ്റഡ് ആയുള്ളവർക്കാളും പ്രശ്നം ബോയ്സ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവർക്കാണ് നേരിടുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കമ്മിറ്റഡ് ആയുള്ളവർക്ക് ഇത് ഒളിപ്പിച്ചാൽ കൊണ്ടുനടക്കാൻ അറിയാം, ബാക്കിയുള്ളവർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഞാൻ എന്റെ ഒരു ഗേൾ ആയിട്ടുള്ള ഫ്രണ്ടിനോട് സംസാരിക്കും പോലെ ബോയ് ആയിട്ടുള്ള ഫ്രണ്ടിനോട് സംസാരിക്കുകയാണ്. അപ്പൊ ഞാനിത് ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് ടീച്ചേഴ്സ് കാണുന്നത് അങ്ങനെയല്ലല്ലോ. ഒരു വെറും ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. ഇന്ന് എനിക്ക് എന്റെ സ്കൂളിൽ വെച്ചൊക്കെ ഒരു ആൺകുട്ടിനോട് സംസാരിക്കാൻ പറ്റൂല. ഒരു സത്യമായിട്ടുള്ളതാ, എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞാലും എന്റെ സ്കൂളിൽ നടക്കൂല. അത് കുട്ടികളുടെ ഇടയിൽ തന്നെ ഒരു ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഞങ്ങൾ തന്നെ അതിനെ കളിയാക്കി വെസ്റ്റീസ് എന്ന് വിളിക്കലുണ്ട്. ഇങ്ങനെ ഒരു ഗേളും ബോയും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ തന്നെ ഞങ്ങളെ വിളിക്കലുണ്ട് വെസ്റ്റീസ് ആണ്. ചില പാരന്റ്സ് ഇത് അപ്രൂവ് ചെയ്യും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എങ്ങനത്തെ പാരന്റ്സ് ഇത് അപ്രൂവ് ചെയ്യാം, എല്ലാം ഇവരിടയിൽ നടക്കുന്ന എല്ലാം തമ്മിൽ പേരന്റ്സിനോട് കൂടി ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ലാത്ത പേരന്റ്സ് ഉണ്ട്. ഒരു പ്രശ്നമില്ലാത്ത, കാരണം ഓർക്കറിയാം. പക്ഷെ ഇത് രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റില്ല. പഠിത്തവും ഇതും കൂടി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. കാരണം ഇത് സീരിയസ് ആണല്ലോ, കുറച്ച് വലിയ കാര്യമാണല്ലോ, കൊണ്ടുപോകാൻ പറ്റൂല വിചാരിച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് മിക്ക പാരന്റ്സും ടീച്ചേഴ്സും ഇതിനെ എതിർക്കുന്നത്. അത് അത്ര വലിയ പ്രശ്നമാക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.